സിനുജി ധന്യ, ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഇന്ത്യ എപ്പോഴും ഇസ്രായേലിനെ ഒന്ന് തലോടിക്കൊണ്ടുള്ള ഒരു നയമാണ് പൊതുവെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ പറയുന്നില്ല, UN പോലും ഇന്ത്യ അത്തരം ഒരു സമീപനമായിരുന്നു കൈക്കൊണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഇന്ത്യയോട് ആയുധം ചോദിച്ചിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളൊന്ന് പങ്കുവയ്ക്കും. അതായത് ഇസ്രായേലിലെ ഒരു കമ്പനി, അതായത് അവർ ആയുധങ്ങൾ, ഇപ്പോൾ ഒരു ആയുധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്തിട്ടല്ല ആയുധം ഉണ്ടാക്കുക, അസംബ്ലി ചെയ്യായിരിക്കും കുറേ പാർട്സ് ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഇന്ത്യയിലെ ഒരു കമ്പനിയുടെ അടുത്ത് ആയുധങ്ങളുടെ കുറച്ച് പാർട്സ് വേണം എന്നുള്ള നിലയിൽ ആവശ്യം ഉന്നയിക്കുന്നു. ഒരു കരാറിൽ ഏർപ്പെടുന്നു. 160 കോടി രൂപയുടെ കരാറാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അപ്പോൾ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള അടുപ്പമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് ഇസ്രായേലിന് ഇന്ത്യയോടുള്ള സ്നേഹം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഈ ഇറാനിലെ മത നേതാവ് ഖമേനി അല്ലേ, ആയത്തുള്ള അലി ഖമേനി പറയുകയാണ്, ഗാസയിലും അതുപോലെ തന്നെ മ്യാൻമാറിലുമൊക്കെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള പീഡനങ്ങൾ ഇന്ത്യയിലും അനുഭവിക്കുന്നു, ഇന്ത്യയിലും അത്തരം പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ആദ്യം തന്നെ മറുപടി കൊടുത്തു. ഇത് കൂടാതെ ഇസ്രായേലുകാരനായ അംബാസഡർ ഉണ്ടല്ലോ, ഈ അംബാസഡർ ഇവർക്ക് കൃത്യമായി മറുപടി കൊടുക്കുന്നു. ഇറാൻകാരെ, ആദ്യം നിങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീകളെ നന്നാക്കാൻ നോക്ക്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. ഇന്ത്യയിൽ ഏതാണ്ട് 18 കോടിയോളം വരുന്ന മുസ്ലിം ജനതയ്ക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം ആ ജനത കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീകളെ ഒന്ന് സംരക്ഷിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇസ്രയേലി അംബാസഡർ ഇതിനൊരു മറുപടി കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ മറ്റ് ലോക രാജ്യങ്ങളൊക്കെ മിണ്ടാതെ നിൽക്കുമ്പോഴാണ് ഇസ്രയേലിൻ്റെ അംബാസഡർ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അതായത് ഇന്ത്യ ഒന്നും ചൊറിയാൻ വരരുത്, ഇന്ത്യ ചൊറിയാൻ വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് കയറി മാന്താൻ വരുമെന്ന് പറയുകയാണ്. അപ്പം ലോകത്തിൽ നമ്മളുമായിട്ട് അടുപ്പമുള്ള റഷ്യയോ അമേരിക്കയോ ഉള്ള വൻകിട രാജ്യങ്ങളൊന്നും ഇത്തരം കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. നേരെ ഇസ്രായേൽ അങ്ങ് പ്രതികരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ഇസ്രായേൽ ഇതിലൂടെ നൽകുന്നത്. മാത്രവുമല്ല, നിങ്ങളുടെ നാട്ടിലൊരു സ്ത്രീ നേരത്തെ ഈ മുടിയോ എന്തോ പുറത്ത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിലെ ഇറാനിലെ മതഭരണകൂടം ഉണ്ടല്ലോ, ഈ മത പോലീസ്, അവർ ഈ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി, നിങ്ങൾ ഈ മത നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവരെ പിടിച്ച് ജയിലിനുള്ളിലാക്കി. ഈ ജയിലിനുള്ളിലാക്കിയതിന് ശേഷം പിന്നീട് പുറത്തേക്ക് വന്നത് ഈ പെൺകുട്ടിയുടെ മൃതദേഹമാണ്. അതോടുകൂടി ഇറാനിൽ വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറത്തു. അവർ സ്ത്രീകളെല്ലാം കൂടെ നിരത്തിലിറങ്ങി. അവർ തങ്ങളുടെ ഈ പർദ്ദയും ബുർക്കയൊക്കെ വലിച്ചെറിഞ്ഞു, ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു പറഞ്ഞിട്ട് അത് വലിയ പ്രക്ഷോഭമായി മാറി. അപ്പോൾ അതിൻ്റെ അലയലുകളൊന്നും നിങ്ങൾ മറക്കരുത്. അങ്ങനെയാണ് പിന്നീട് ഇറാനിൽ പുതിയ ഭരണകൂടമൊക്കെ വരുന്നത്, റെയ്സിയുടെ നേതൃത്വത്തിൽ ഭരണകൂടമൊക്കെ. പിന്നീടാണ് ഇപ്പോൾ പെഷസ്കിയാനൊക്കെ വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തോണം. അത് കഴിഞ്ഞിട്ട് മതി, കൂടുതൽ സ്ത്രീകളുടെ സംരക്ഷണത്തിനായിട്ട് നിങ്ങൾ വരണ്ട, വന്നാൽ നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ 2 ദിവസത്തിനുള്ളിലാണ് ഈ ലെബനനിലെ ഹിസ്ബുള്ള ഭീകരരുടെ പേജർ പൊട്ടിത്തെറിച്ച് കുറേ പേര് മരിക്കുന്നു, കുറേ പേർക്ക് പരിക്കേൽക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ലെബനനിലെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഈ ഇറാനിൻ്റെ കൂലിപ്പട്ടാളമാണ്. അപ്പോൾ ഇറാൻ്റെ ഒരു ഭീകര സംഘടനയാണ്. അവർക്ക് സ്പോട്ടിൽ പണി കൊടുത്തു. അപ്പോൾ ഇന്ത്യക്കെതിരെ ഒന്ന് ചൊറിഞ്ഞു വന്നപ്പോഴേക്കും നേരെ പണി കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചു. തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കൊന്നും സംരക്ഷണമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പറഞ്ഞവരുടെ സായുധ സംഘടനകളിലുള്ളവർക്ക് തന്നെ കൃത്യമായി പണി കിട്ടി എന്നുള്ളതാണ്. എന്തായാലും ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വളരുകയാണ്. ഇപ്പോൾ ആയുധങ്ങൾ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഒരു DCX എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പോൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ ആയുധങ്ങൾ നിർമ്മാണത്തിനുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. റേഡിയോ ഫ്രീക്വൻസി എക്യുപ്മെന്റ്സ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിന് അടുത്ത് എന്തിനാണ് എന്നുള്ളതാണ്, ഇനി എന്താണ് പൊട്ടിത്തെറിക്കാൻ ഇവർ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോഴത്തെ പേജർ ആക്രമണത്തില് ഹമാസ് അതിൻ്റെ കൂടെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അതായത് ഈ ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിനെതിരെ അല്ലെ ആക്രമണത്തിനെതിരെ UN ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. അതായത് എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണമെന്നാണ് പ്രമേയത്തിൽ, സമാധാനം വേണം. അപ്പോൾ ഈ പ്രമേയം അവതരിപ്പിച്ചായിരുന്നു 140ഓളം രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചു, അതായത് യുദ്ധം നിർത്തണമെന്ന്. എന്നാൽ 10-12 രാജ്യങ്ങൾ എതിർത്തു. പ്രധാനമായിട്ടും അമേരിക്ക എപ്പോഴും ഇസ്രായേലിന്റെ സപ്പോർട്ടാണല്ലോ. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെ ഏതാനും രാജ്യങ്ങൾ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചു. അതായത് സപ്പോർട്ട് ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്രായേലിന്റെ കൂടെയാണെന്നുള്ള പരോക്ഷമായ ഒരു പിന്തുണ UN ഇന്ത്യ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇറാൻ ഇന്ത്യ കയറി ചൊറിഞ്ഞപ്പോൾ ഈ ഇസ്രായേലിന്റെ അംബാസഡർ പറഞ്ഞത്. ഇന്ത്യ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഒരു സമാധാനമാണ്, യുദ്ധമല്ല സമാധാനമാണ് നമുക്ക് ഏറ്റവും വലുത് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലും ഇറാനും, ഇപ്പൊ ഇറാൻ ഇന്ത്യ ചൊറിഞ്ഞെങ്കിൽ പോലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ UN വോട്ടിൽ ഇന്ത്യ അനുകൂലമാവാൻ
അനുകൂലമാകാത്തതും പ്രതികൂലമാകാത്തതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. പക്ഷെ അമേരിക്ക അനുകൂലമായിട്ടാണോ നിന്നത്? അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു പ്രത്യക്ഷമായിട്ട്, കാരണം അവർ ആയുധങ്ങളൊക്കെ കൊടുക്കുന്നതല്ലേ. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ യുദ്ധം നിർത്തണം. അമേരിക്ക പറഞ്ഞാൽ അങ്ങനെയല്ല, ഇസ്രായേൽ എന്താ തീരുമാനിക്കുന്നു ഞങ്ങൾ. കാരണം ആയുധ കച്ചവടമാണല്ലോ ഇവരുടെ വരുമാനം. അതുകൊണ്ട് ഏത് രാജ്യം പിന്നെ യുദ്ധം നടത്തിയാലും ആയുധങ്ങൾ വാരിക്കോരി കൊടുക്കുന്നത് അമേരിക്കയുടെ ഒരു ശീലമാണല്ലോ. അങ്ങനെയൊന്നുമില്ല. അവരുടെ രാജ്യം സമ്പദ് വ്യവസ്ഥയിൽ മുന്നിട്ട് നിൽക്കണം. അതിന് എന്ത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ അമേരിക്ക ഒരുക്കമാണ് എന്നുള്ളത് തന്നെയാണ്. അല്ല, വേറൊരു കാര്യം, അപ്പൊ ഇപ്പൊ ഈ ഒരു ഡീല് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നടന്നു കഴിയുമ്പോൾ ഇന്ത്യ പരസ്യമായി തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു മെസ്സേജ് അല്ലേ ഇന്ത്യ എക്കാലത്ത് ഇസ്രായേലിനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്നതാണ്, അതിനകത്തൊരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഉണ്ടായത് ഒരു ആയുധ വ്യാപാരം നടത്താൻ ഇന്ത്യയെ സമീപിച്ചു ഇസ്രായേൽ എന്ന് പറയുന്നത് പോസിറ്റീവായ കാര്യങ്ങളാണ്. നമുക്ക് 160 കോടി രൂപയുടെ വ്യാപാരം കൂടെ നടക്കുകയാണ്. ഇസ്രായേലിന്റെ അടുത്ത് പ്രത്യക്ഷമായി തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മോദി ഗവൺമെന്റ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവിടുത്തെ മുസ്ലിം ജനത കൊല്ലപ്പെടുന്നു. സത്യത്തിൽ അവിടുത്തെ മുസ്ലിം ജനത അല്ലല്ലോ കൊല്ലുന്നത്, ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയും ഒക്കെയാണ് കൊല്ലുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ലോകരാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല അമേരിക്കയുടെ വലിയ സപ്പോർട്ട് ഇസ്രായേലിനുണ്ട്. അപ്പൊ അമേരിക്കയും ഇന്ത്യയും സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിനെ എതിർക്കാൻ മറ്റ് രാജ്യങ്ങൾക്ക് ഒട്ടും താല്പര്യവുമില്ല. മാത്രമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെ നിന്നുള്ള മുസ്ലിം ജനത ഇറാൻ പറയുകയാണ്, അവിടുത്തെ ഈ ഖമേനി പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അഭയം തരാം, ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം തരാം. ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. മാത്രമല്ല ഇറാൻ എന്ന് പറയുന്ന ഒരു ഷിയ മുസ്ലിം രാജ്യമാണ്. ഷിയ സുന്നി എന്ന് പറയുന്നത് പരസ്പരം പോരടിക്കുന്ന രണ്ട് മുസ്ലിം വിഭാഗങ്ങളാണ്. ഈ ഷിയാക്കാർ ഭൂരിപക്ഷമുള്ള ഇറാനിൽ ഇസ്രായേലിലെ മുസ്ലിങ്ങളെ, അതായത് സുന്നി മുസ്ലിങ്ങളെ അവർ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇറാനിലെ മുസ്ലിങ്ങൾ, സ്ത്രീകൾ ഒന്നും സുരക്ഷിതരാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാര്യം എടുത്ത് നോക്കുക. ഇസ്രായേൽ എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു ജൂതരാജ്യമല്ല. ഏതാണ്ട് 78-80% ജൂതന്മാരുള്ളൂ. ബാക്കി 20-21% എന്ന് പറയുന്നത് മുസ്ലിം ജനവിഭാഗം അവിടെയുണ്ട്. അവരെ ഇസ്രായേലുകാർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന പാലസ്തീൻകാരെ, നേരത്തെ പാലസ്തീൻ ലിബറൽ PLO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആയിരുന്നു, അതിനുശേഷം വന്ന ഈ ഹമാസിനെ മാത്രമാണ് ഇവർ ആക്രമിക്കുന്നത്. ഈ ഇറാൻ പറയുന്നത് ഒരു ജൂതനെ പോലും അവിടെ വച്ചേക്കില്ല എന്നല്ലേ ഇറാൻ പറയുന്നത്. അപ്പൊ ജൂതന്മാരോടുള്ള പകയാണ് ഇത്തരത്തിൽ ഇവർ ഈ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും. പക്ഷെ ഇസ്രായേലിന്റെ ചാര സംഘടന കൂടിയായ മൊസാദ് കൃത്യമായി മറുപടി നൽകുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് ഇസ്രായേലിന് ഉള്ളത് കൊണ്ടായിരിക്കണോ ഇപ്പൊ ഇറാൻ ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ പരാമർശം നടത്തിയത്? അപ്പം ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് പോലും സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. ആ അടിച്ചമർത്തി ഇറാൻ എന്ത് ചെയ്തു? ഇന്ത്യയാണ് പൊതുശത്രു എന്ന നിലയിൽ അഫ്ഗാനെയും ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഒക്കെ കൂട്ടുപിടിച്ച് നമുക്കൊരു മുസ്ലിം കൂട്ടായ്മ ഉണ്ടാക്കാം, എന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിം ജനതയും പ്രശ്നം അനുഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ മുസ്ലിം ജനത ഒരു വികാരം ഇളകി വരികയും അവിടുത്തെ മോദി ഭരണത്തിനെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് ഇറാന്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ ഇറാൻ ഇത് മനസ്സിൽ കാണുന്ന സമയത്ത് ഇസ്രായേൽ എന്തെടുത്തു? മാനത്ത് കാണുകയും ഈ പറയുന്ന പേജർ പൊട്ടിത്തെറിപ്പിച്ചിട്ട് അപകടം ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പം എന്താ പ്രശ്നം? ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന് എല്ലാം ഉപേക്ഷിക്കേണ്ട ഒരു നിലപാടുണ്ടായി. ഇസ്രായേൽ നേരത്തെ ഈ ഹിസ്ബുള്ളയുടെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ വന്നാൽ നിങ്ങളെ ഞങ്ങൾ ശിലായുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശിലായുഗം എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രാകൃതമായി കമ്പും കല്ലുമൊക്കെ വേണം. ഏതാണ്ട് അതിന് തുല്യമല്ലേ. ഇവരാദ്യം മൊബൈൽ ഫോണിൽ നിന്ന് പിന്നിലേക്ക് പോയി പേജറിലെത്തി, പേജറിൽ നിന്ന് പിന്നിലേക്ക് പോയി വോക്കി ടോക്കിയിലെത്തി. ഇനി എന്താ പ്രശ്നം? വീടുകളിലിരുന്ന റെഫ്രിജറേറ്റർ പൊട്ടിത്തെറിച്ചു, ഇൻഡക്ഷൻ കുക്കർ പൊട്ടിത്തെറിക്കുന്നു, കാറിന്റെ ബാറ്ററി പൊട്ടിത്തെറിക്കുന്നു. അപ്പൊ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന് മുഴുവൻ ഇവർ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പേടിയുണ്ടായി ഈ ഭീകരവാദികൾക്ക്. അപ്പോൾ അവരെ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞത് അക്ഷരം പ്രതി നടപ്പാക്കിയെന്ന് പറയാം. ഇസ്രായേൽ പറയാതെ പറയുന്നുണ്ട്, ഇന്ത്യയെ ചൊറിഞ്ഞാൽ എവിടെ ഇരുന്നും ഞങ്ങൾക്ക് പൊള്ളും, ഞങ്ങൾ എവിടെ ഇരുന്നും നിങ്ങൾക്ക് പണി തരും, അതുകൊണ്ട് വായും വെച്ച് മര്യാദയ്ക്കിരുന്നോ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ പൊട്ടിത്തെറിയിലൂടെ ഇന്ത്യ നൽകുന്നത്. അല്ല, ഈ ഹിസ്ബുള്ളക്കെതിരെയുള്ള ഈ പേജർ ആക്രമണമെല്ലാം നടന്നപ്പോൾ എല്ലാവരും കരുതിയത് ഹിസ്ബുള്ള ഒന്ന് അടങ്ങിയിരിക്കുക, കാരണം അവരുടെ വാർത്താവിനിമയ സംവിധാനം എല്ലാം തകരാറിലായി എന്ന ഒരു സമാധാനത്തിൽ. പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ള തിരിച്ചടിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമാക്രമണം എല്ലാം കഴിഞ്ഞതിന് ശേഷവും ഹിസ്ബുള്ളയുടെ തിരിച്ചുള്ള ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് 2 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിപ്പോ ഈ തീക്കൊള്ളി കൊണ്ട് തലയുറിയുന്നത് തുല്യോ, കാരണം എന്തെങ്കിലും ഞങ്ങൾ പ്രതികരിച്ചു. മീഡിയ വണ്ണിന് ദേശാഭിമാനിക്കൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യണ്ടേ, പ്രതികരിക്കാൻ അവരും പ്രതികാരം തുടങ്ങി എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാൻ അവരെല്ലാം ഞെട്ടിയായിരുന്നു. ആക്രമണത്തിൽ ഈ ഹിസ്ബുള്ളയെല്ലാം ഞെട്ടി വിറച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അത് വലിയ സംഭവം അങ്ങനെ പറയേണ്ട ഒരു കാരണം, ഒരു ബട്ടൺ അമർത്തിയിട്ടാണ് ഇത്രയും പേജ് പൊട്ടിത്തെറിച്ചത്. ഇവർക്ക് സാമ്പത്തിക നഷ്ടമില്ല, പിന്നിലെ ക്രിസ്ത്യാനോ എന്ന ഒരു സ്ത്രീയുടെ ബുദ്ധിയാണെന്ന് കൂടെ ആലോചിക്കാം. തീർച്ചയായിട്ടും ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും
ചില പുരുഷന്മാരുടെ തകർച്ചയ്ക്ക് പിന്നിലും സ്ത്രീകളുടെ കൈകളുണ്ട്. അപ്പൊ എന്തായാലും ഇന്ത്യയെ തൊട്ട് കളിക്കാൻ ഇനി ഇറാനോ ഇനി മറ്റു രാജ്യങ്ങളോ വന്നാൽ ഇസ്രായേൽ അപ്പുറത്ത് നിപ്പുണ്ട്. ടെക്നോളജിയിൽ അവരെ കവച്ചു വെക്കാൻ മറ്റു രാജ്യങ്ങളൊന്നും ഇല്ല. ഈ പേജറൊക്കെ പൊട്ടിത്തെറിച്ച പോലെ നാളെ നിങ്ങൾ ഇടുന്ന ഡ്രസ്സൊക്കെ പൊട്ടിത്തെറിക്കരുത്. കാരണം നമ്മൾ ഇടുന്ന ഉടുപ്പിനൊക്കെ ലോഹ ബട്ടണൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാകാം. നമ്മൾ ധരിക്കുന്ന വാച്ച്, അങ്ങനെ ധരിക്കുന്ന ഓർണമെന്റ്സ്, ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്ന ടെക്നോളജിയുമായിട്ട് ഇസ്രായേലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ ചൊറിയാൻ ആരും വരണ്ട, കൃത്യമായ മറുപടി ഞങ്ങൾ തരുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. അപ്പൊ ലോകത്തെ മറ്റ് രാജ്യങ്ങളൊന്നും മറുപടി പറഞ്ഞില്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ മറുപടി പറഞ്ഞില്ല, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ത്യക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇസ്രായേൽ കട്ട സപ്പോർട്ടുമായി രംഗത്തെത്തി.